രാഹുലെ, ഷാഫി എന്ന് പറയുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ വിട പറഞ്ഞ വാർത്ത നമ്മളെല്ലാവരും വളരെയധികം വേദനിപ്പിച്ച ഒരു വാർത്തയാണ്. ഷാഫിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം മലയാളികളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച, അല്ലെങ്കിൽ ഇന്നിപ്പോ എല്ലാവരും സ്റ്റാറ്റസുകളിൽ ഇടുന്നത് പോലെ ഒരുപാട് ഹാപ്പി എൻഡിങ് ക്ലൈമാക്സുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് ഷാഫി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഷാഫിയുടെ ഒരു പറ്റം സിനിമകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണരാമൻ ഒന്ന് ആലോചിച്ചു, നമ്മൾ എത്ര വട്ടം കണ്ട സിനിമയാണ് കല്യാണരാമൻ. ഇന്നാണെങ്കിലും നമ്മള് നോക്കിയിരുന്ന് കാണുന്ന സിനിമ ടി വിക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു സീനാണെങ്കിൽ നമ്മളിരുന്ന് കണ്ടിരിക്കും. അങ്ങനെയുള്ള സിനിമകളാണ്. അത് അതിന്റെ ഒരു പവറാണ്. കാരണം ഇന്നത്തെ സിനിമകളൊന്നും മോശമാണെന്ന് പറയുന്നില്ല, എല്ലാം നല്ല സിനിമകൾ തന്നെയാണ്. ഇന്ന് നമുക്കൊരു സിനിമയെ 1 or 2 വട്ടം കാണാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 വട്ടം. കല്യാണരാമൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടാകും? എണ്ണമില്ല, ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഈ കല്യാണരാമൻ, CD മൂസ, വെട്ടം, അതേ കൂട്ടുള്ള സിനിമകളൊക്കെ നമ്മള് എത്ര കണ്ടാലും പിന്നെയും ഇത് കാണുന്ന സിനിമകളാണ്. ഇതിലേക്ക് കോമൺ പോയിന്റ് ദിലീപാണ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഷാഫിയുടെ സിനിമകൾ നമ്മളിപ്പോ ചോക്ലേറ്റ്, അതല്ലെങ്കിൽ വെനീസിലെ വ്യാപാരി പോലത്തെ, അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റുകളായ സിനിമകൾ ഒരുപാടാണ്. എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഷാഫിയുടെ സിനിമ മേ ബി 2 Countries ആയിരിക്കും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ആ സിനിമ ആദ്യം മുതൽ മുഴുവൻ ഇരുന്ന് കണ്ടിരുന്നു. കാരണം അത്രത്തോളം നമ്മുടെ ഒരു മൂഡിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സിനിമകളാണ് ഷാഫി എടുത്തു വെച്ചിരിക്കുന്നത് കൂടുതലും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാറ്റസുകളിൽ നമ്മൾ കണ്ടു ഒരുപാട് സിനിമയുടെ ക്ലൈമാക്സുകൾ. ശരിയാണ്, തൊമ്മനും മക്കളും എന്നുവെച്ചാൽ നമ്മളെ കരയിപ്പിച്ചുകൊണ്ട് ചിരിപ്പിക്കുന്ന ക്ലൈമാക്സുകൾ എന്ന് പറയുന്നത് ഷാഫി എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് നമ്മൾ വെക്കേണ്ടി വരും. കാരണം നമുക്കറിയാം പൊതുവെ എല്ലാ സിനിമകൾക്കും ഹാപ്പി എൻഡിങ് ആണ് പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മളെ കരയിപ്പിച്ചുകൊണ്ട് അത്രയും നമ്മളെ ഇമോഷണലി ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് അതിന്റെ ക്ലൈമാക്സിനെ എത്തിക്കുക. ഇപ്പൊ കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ മുഴുവൻ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ അവസാനത്തേക്ക് എത്തിയപ്പോഴേക്കും കൃത്യമായ സീരിയസ് പോയിന്റുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊരു ചോദ്യത്തിലേക്ക് എത്തിച്ച് ഇവർ ഒന്നിച്ച് കാണുമോ, അവർക്ക് എന്ത് പറ്റിക്കാണും എന്ന് നമ്മളെ ചിന്തിപ്പിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ സങ്കടത്തോടു കൂടി സന്തോഷിക്കുന്ന ഒരു അവസ്ഥ. ചോക്ലേറ്റിലും അങ്ങനെ തന്നെയാണ് അത് പോകുന്നത്. ലാസ്റ്റ് അവർ തമ്മില് ഒന്നിക്കും. അത് ആ സീനുകൾ, അതിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഇന്ന് നമുക്ക് വളരെ എന്താ പറയാ, ഈ സിനിമകളെല്ലാം പ്രത്യേകതയും അത് തന്നെയാണ്. ഇതിനകത്ത് എല്ലാ പാട്ടുകളും ഹിറ്റാണ്, അതേപോലെ തന്നെ സിനിമ ഹിറ്റാണ്. അതേസമയം വൺ മാൻ ഷോ എത്ര കണ്ടാലും ആ സിനിമയൊന്നും നമ്മൾ മടുക്കത്തില്ല. അതാണ് സിനിമയുടെ എല്ലാം പ്രത്യേകത. എത്ര നേരം വേണമെങ്കിലും നമ്മളത് കണ്ടിരിക്കും. അതിനകത്തൊരു ഹ്യൂമർ ആണെങ്കിലും ഒരു സൈക്കോളജി ഭയങ്കര രസമാണ്. എല്ലാ സിനിമയിലും പ്രേക്ഷകരുമായി സിങ്ക് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും സിനിമയിൽ ഉണ്ടാകും. അതാണ് ഈ ഷാഫിയുടെ സിനിമകളിലെല്ലാം നമുക്ക് കണ്ട് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ 2 Countries ആണെങ്കിലും, പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം ഏറ്റവും കൂടുതലുള്ളത് ദിലീപിന്റെ സിനിമകളാണ് തോന്നുന്നത്. അതെ, ഈ ദിലീപിനോട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, ദിലീപ് ഏട്ടന്റെ സിനിമകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ജനപ്രിയ നായകൻ എന്നാണ് ദിലീപിനെ വിളിക്കുന്നത്. അത് ശരിയാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും കുടുംബത്തോടൊപ്പം പോയി കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫൺ എന്റർടൈനർ ആയിട്ടുള്ള സിനിമകളാണ് ദിലീപിന്റെ സിനിമകളെല്ലാം. എണ്ണമിട്ട് പറയുന്ന ഒരുപാട് സിനിമകളുണ്ട്. നമുക്ക് അത് പറഞ്ഞു ഏറ്റവും പറയുകയാണെങ്കിൽ ഫസ്റ്റ് CD മൂസ, പറക്കും തലയേക്കാളുള്ള ആളുകൾ പ്രഷർ ഏറ്റെടുത്തത് CD മൂസയാണ്. കാരണം ഡയലോഗുകൾ വരെ കാണാപ്പാടമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം സിനിമകളിൽ എന്തുകൊണ്ട് ഇപ്പൊ ദിലീപിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവസാനം ഇറങ്ങിയ കുറച്ച് സിനിമകൾ കാര്യമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകളെ അത്രത്തോളം ദിലീപിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ദിലീപിന് അവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് തന്നെയാണ് ആ ഇന്റർവ്യൂവർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ വരാത്തത്. അപ്പൊ ദിലീപ് പറയുന്നൊരു ഉത്തരവുണ്ട്, അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വരണം, അത്തരത്തിലുള്ള ഡയറക്ടേഴ്സ് വരണം. അതൊരു ദിലീപ് പറഞ്ഞു വയ്ക്കുന്ന ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം അന്നത്തെ ഡയറക്ടേഴ്സിന്റെയും അന്നത്തെ സ്ക്രിപ്റ്റുകളുടെയും ഒരു കഴിവാണ്. കാരണം ഇന്ന് നമ്മൾ പല ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ, അതല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട് ചിലതൊക്കെ അതിൽ കയ്യിൽ നിന്നിടുന്ന സാധനങ്ങൾ, സ്പോട്ടിൽ വരുന്ന പോയിന്റുകൾ വരെ നമ്മൾ അത്രത്തോളം ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അതായത് പഴയ നടന്മാരെല്ലാം ഇന്ന് വന്നിരുന്ന പല ഇന്റർവ്യൂകളിലും വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു, എല്ലാം സ്വന്തം കഴിഞ്ഞിട്ട്. എനിക്ക് ഇന്നത്തെ കാലത്ത് എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഡയറക്ടർ എന്ത് പറയുന്നു അത് തന്നെ ആ സ്ക്രിപ്റ്റ് കൃത്യമായി പഠിച്ച് അതേപോലെ അവരുടെ വെർഷനിൽ പറയുന്നതാണ് നമ്മൾ ഇന്ന് സിനിമകൾ കൂടുതൽ കാണുന്നത്. പക്ഷെ പണ്ടത്തെ സിനിമകൾ അങ്ങനെ അല്ലായിരുന്നു. നേരെ ഡയറക്ടർ ഒരു ഫ്രെയിം വെക്കും,
എല്ലാവരും വന്ന് അഭിനയിച്ചോണം. എന്താണ് അഭിനയിക്കണതെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു ചെറിയൊരു സീനിന്റെ വൺ ലൈൻ പറഞ്ഞു കൊടുക്കും, അതിന് വേണ്ടുന്ന രീതിയിൽ അഭിനയിച്ചോണം. അതെ, മേ ബി സ്ക്രിപ്റ്റുകളൊക്കെ വന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോ ഇന്നസെന്റ് ഏട്ടന്റെ ഒക്കെ ഒരുപാട് കോമഡികൾ, അല്ലെങ്കിൽ ദിലീപിന്റെ ഒക്കെ ഒരുപാട് കോമഡികളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ്. സലീം കുമാറിന്റെ, അങ്ങനെ ഒരുപാട് നടന്മാരെ എടുത്തു പറയാം. ഇതൊക്കെ ഈ ഡയറക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ഫ്രീഡം കൂടിയാണ് സിനിമകളിൽ. ഇപ്പൊ കല്യാണരാമനിലൊക്കെ മറ്റേ ആ ഇന്നസെന്റ് ഉരുളി പൊക്കുന്ന ഒരു സീനുണ്ട്. അതിലൊക്കെ അവരുടേതായ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഇടയ്ക്കുള്ള ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ദിലീപിന് പോലും ചിരി വന്നൊരു സീനാണത്. അപ്പൊ ഞാൻ പറയുന്നത്, അതിന് അവിടെ കൊടുക്കുന്ന ഒരു ഡയറക്ടറുടെ ഒരു ഫ്രീഡം ഉണ്ട്, ആ ഡയറക്ടർ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ആ ഒരു ആക്ടറിൽ കൊടുക്കുന്ന ഒരു ഫ്രീഡമാണ് ആ അത്തരത്തിൽ എക്സ്പ്രസീവ് ആക്കാൻ. അതൊക്കെ ഷാഫിയെ പോലെയുള്ള ഡയറക്ടേഴ്സിന്റെ ഒരു കഴിവാണ്. കാരണം എന്ന് വെച്ചാൽ പലത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതിനൊരു ഹ്യൂമർ രൂപത്തിൽ അവതരിപ്പിക്കാൻ ആ ഒരു നടന് കഴിയുമെന്നൊരു തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് ഇവരത് സംഭവിക്കുന്നത്. പക്ഷെ അന്നത്തെ പോലുള്ള നടന്മാർ ഇന്നില്ല. അത് അന്നത്തെ അതേ നടന്മാർക്ക് പോലും ഇന്ന് എന്താ പറയാ അത്തരത്തിൽ മികവോടെ അഭിനയിക്കാൻ സാധിക്കില്ല. പക്ഷെ വേറൊരു പോയിന്റ് കൂടിയുണ്ട്, അന്ന് നമ്മൾ ഇല്ലോജിക്കലായ കോമഡികൾക്ക് ചിരിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ചിരിക്കൂ? ഇല്ല. നമ്മൾ നമ്മൾ മാറിയത് കൊണ്ടായിരിക്കാം ഇവരും മാറിയത്. കാരണം അന്നത്തെ കോമഡികൾക്ക് നമ്മള് കുറെ ചിരിച്ച കോമഡികള് ഇന്നിപ്പോ അതേപോലത്തെ കോമഡികൾ വരികയാണെങ്കിൽ ഇതെന്താ ഈ ലോജിക്കില്ലാത്ത കാര്യം പറയുന്നതെന്ന് ചിന്തിക്കുന്നവരായി മലയാളികൾ മാറി എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കിയപ്പം അദ്ദേഹത്തിന്റെ സിനിമകളാണ്. 2001 അദ്ദേഹത്തിന്റെ ആദ്യത്തെ വൺ മാൻ ഷോ റിലീസാവുന്നത്. 2002 കല്യാണരാമൻ, 2003 പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. അയ്യോ, അതൊരു കോമഡി സംഭവം എന്ന് പറയുന്ന ഒരു ഫൺ എന്റർടൈനർ തന്നെയാണ്. അതിനകത്ത് മറ്റേ അവിടുന്ന് കാറി കേറുന്നിടം തൊട്ട് കോമഡി ആരംഭിക്കുന്ന ഒരു സീനാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് കല്യാണം, മൂന്നാമത്തെ സിനിമ പുലിവാൽ കല്യാണം. അതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ് മലയാളത്തിന്റെ എന്നുള്ളതാണ്. ഇന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സിനിമകളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് 2005 അദ്ദേഹത്തിന്റെ തൊമ്മനും മക്കളും റിലീസാവുന്നത്. പിന്നെ 2007 മായാവി ചോക്ലേറ്റ്. മായാവി ആണെങ്കിലും മമ്മൂട്ടിയുടെ തന്നെ കരിയറിലെ തന്നെ നല്ലൊരു സിനിമയാണ്. ഇന്നും ജനങ്ങൾ ഓർത്തു വെക്കുന്ന ഒരു സിനിമയാണ് മായാവി. മ്യായാവി കേട്ടിട്ടുണ്ട് നമ്മള്. ആ ഡയലോഗുകൾ പോലും നമുക്ക് ഈ സിനിമകളിലൊക്കെ ഏതെങ്കിലും ഒരു ഡയലോഗുകൾ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഓർത്തിരിക്കും. ഇപ്പം അതേ സമയം തന്നെ ഇറങ്ങിയാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് നമുക്കറിയാം പൃഥ്വിരാജിന്റെ സിനിമയാണ്. അതിലും വളരെ മനോഹരമായ ഒരു സിനിമയാണ്. നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ കണ്ടിരിക്കാൻ. അന്നത്തെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ചോക്ലേറ്റ്. അതുമായി ബന്ധപ്പെട്ട ആ ഒരു നാടകമൊക്കെ ഒരുപാട് പിന്നെയും ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനും വരട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന സിനിമകളിൽ അതേ പാട്ടുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് റീമേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 2008 ലോലിപോപ്പ് എന്ന് പറഞ്ഞ സിനിമ. അത് നല്ലൊരു സിനിമയായിരുന്നു. ജയസൂര്യയും പൃഥ്വിരാജും കൂടി ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. പിന്നെ 2009 ചട്ടമ്പി നാട്. എനിക്കൊന്ന് ദാമു, ഇന്ന് സുരാജേട്ടനെ എല്ലാരും ദാമു എന്നറിയപ്പെടുന്നത് ചട്ടമ്പി നാട് എന്ന് പറയുന്ന ഒരു സിനിമ നിന്നാണ്. ഈ ദാമു എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിയപ്പോ അത്രത്തോളം ഹിറ്റ് ആയില്ലെങ്കിലും പിന്നീട് ദാമുവിനെ ഇരുകൈ നീട്ടിയാണ് ആളുകൾ. ട്രോളന്മാരാണ് അതെ, സത്യം. എത്ര ഫാൻസ് ആണ് ദാമുവിന്, അല്ലെങ്കിൽ ദാമുവിന്റെ സ്റ്റിക്കേഴ്സ് തന്നെ എത്ര ഭാവങ്ങളിലാണ് കിട്ടുന്നത്. ദാമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദശമൂലം ദാമു. അതൊരു ട്രേഡ് മാർക്കാണ് ഇന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ മേരിക്കൊരു കുഞ്ചാട് 2010 ഇറങ്ങുന്നത്. 2011 മേക്കപ്പ് മാൻ, വെനീസിലെ വ്യാപാരി. 2012 101 വെട്ടി. 2015 ടു കൺട്രീസ്. 2015 ടു കൺട്രീസ് ഇറങ്ങുന്നത്. എത്ര കൊല്ലമായി? അതാണ് 10 വർഷമായി 2025 പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അത് ഇപ്പോഴും റെലവെന്റ് ആയി നിൽക്കുന്ന, കണ്ടംപററി ആയി നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു നമുക്ക് കാണുമ്പോൾ തോന്നില്ല. അത് അത്ര പഴയ സിനിമയാണെന്ന് 10 വർഷം മുന്നെയാണ് ടു കൺട്രീസ് ഇറങ്ങിയതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 10 വർഷം മുമ്പ് പോയി കണ്ട സിനിമകളാണ്, കാലം പോയ പോക്കെ. അത് കഴിഞ്ഞ് 2017 ഷെർലക് ഹോംസ് ഇറങ്ങുന്നത്. ഷെർലക് ഹോംസ് നല്ലൊരു സിനിമയാണ്. അതിലും എനിക്കൊന്നു കോമഡി നല്ല രീതിയിൽ, പക്ഷെ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മഴവിൽ മനോരമയ്ക്കകത്തൊക്കെ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു സിനിമയാണ്. ഞാൻ എപ്പോഴാ വന്നു കഴിഞ്ഞാൽ ഞാനിരുന്ന് കാണും. കാരണം അതിനകത്തൊരു ക്യൂരിയോസിറ്റി പരത്തുന്ന സിനിമയാണെങ്കിൽ അതിനകത്ത് കുറെ കോമഡി എലമെന്റുകളുണ്ട്. പിന്നുള്ളത് 2018 ഇറങ്ങിയ ഒരു പഴയ ബോംബ് കഥ. അതെ, അതും കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയാണ്. 2019 ചിൽഡ്രൻസ് പാർക്ക്. 2022 ആനന്ദം പരമാനന്ദം. ഇത്രയും സിനിമകളാണ് ഷാഫിയുടെ. അതില് എനിക്ക് തോന്നുന്നു തിരിച്ചു വായിക്കുന്നവരെ ഏറ്റവും നല്ലത്. അതെ,
തീർച്ചയായിട്ടും ആദ്യത്തെ സിനിമകളിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു താഴത്തേക്ക് എത്തുമ്പോഴേക്കും അത് കുറഞ്ഞു പോയിട്ടുണ്ട് എവിടേക്കോ. പക്ഷെ അതിന് മുൻപുള്ള സിനിമകൾ മതി ഷാഫി എന്ന ഡയറക്ടറെ എല്ലാവരും ഓർക്കാൻ എന്നുള്ളതാണ്. തുടങ്ങണമെങ്കിൽ അവസാനത്ത് തുടങ്ങണം. അത് ശരിയാണ്. കാരണം അത്രയേറെ മനോഹരമായിട്ടുള്ള സിനിമകൾ എടുത്തൊരു സംവിധായകൻ. ആ സിനിമകളൊക്കെ ഇന്നും ഓർത്തു വെക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സിനിമ നമ്മൾ ഓർത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ആ സംവിധായകനിൽ എന്തൊക്കെയോ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംവിധായകർ ഇനിയും വരണം എന്നുള്ളതാണ്. കാരണം മലയാള സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ജോണറായി കോമഡി മാറുന്നുണ്ട്. കാരണം ഒരുപാട് സീരിയസ് കണ്ടന്റുകൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ബാക്കി എല്ലാത്തിലും മലയാളികൾ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ജോണറുകൾ വരുന്നുണ്ട്, വിചാരിക്കാത്ത രീതിയിലുള്ള അഭിനയവും കഥകളും എല്ലാം മലയാള സിനിമകളൊക്കെ എത്തുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കൊച്ചിൻ ഹനീഫയെ പോലെ, ഇന്നസെന്റിനെയൊക്കെ പോലെ ഒരുപാട് താരങ്ങൾ നമ്മളെ വിട്ടുപോയി. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് ആളുകൾ ഇപ്പോൾ കോമഡിയേക്കാൾ കൂടുതൽ വയലൻസ് ഏറ്റു തുടങ്ങി. പക്ഷെ ഞാൻ പറയട്ടെ, കോമഡി ഇഷ്ടപ്പെടുന്നവർ ഇന്നും ഉണ്ട്. പക്ഷെ അവരുടെ നീഡുകളെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല പലർക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അല്ല, ഈ ഒരിടയ്ക്ക് വെച്ച് കോമഡികൾ മാത്രമായി പോകാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അത് ബഹിഷ്കരിക്കാൻ തുടങ്ങി. അത് ഏത് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാലും കോമഡി, അത് ചളി കോമഡികൾ, ചളികളായി മാറി കോമഡികൾ എടുക്കാൻ വേണ്ടിയിട്ട് ചളിപ്പടങ്ങളാക്കി മാറ്റി അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പോയപ്പോഴാണ് ആളുകൾ അതിനെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പുതിയ ജോണറുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ വയലൻസ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ഏറ്റെടുത്ത് തുടങ്ങി തോന്നുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയലൻസ് ആൾക്കാർ ഇതിനിടയിലൊക്കെ ഒരു കോമഡി വന്നു കഴിഞ്ഞാൽ ആളുകൾ അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും സ്വീകരിക്കും.